ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഏകദേശം ആ ഒരു ടേസ്റ്റിലുള്ള ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ്റെ അത്രയും വലുപ്പത്തിലാക്കി കട്ട് ചെയ്യരുത്, കാരണം നമുക്ക് വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു വലുപ്പത്തിലൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ബട്ടർ മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ബട്ടർ മിൽക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടിയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ, അതൊക്കെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള ചിക്കൻ ആയിരിക്കണം, അത് നമുക്ക് ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. നന്നായി മുങ്ങുന്ന രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഈ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 കോഴിമുട്ടയും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് വേണ്ടത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പഴംപൊരിയേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഒരു പരന്ന പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ മുളക് പൊടിയും, മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്താവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ എടുത്തിട്ട് ഇതിൽ മാവിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം അപ്പുറത്ത് ആ ഒരു മൈദ പൊടിയിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കൈ കൊണ്ട് മാവിൽ മുക്കുമ്പോൾ അപ്പുറത്തെ കൈ കൊണ്ട് വേണം പൊടിയിൽ മുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആകെ ആ ഒരു നനവൊക്കെ തട്ടിയിട്ട് പൊടിയൊക്കെ ആകെ കട്ട പിടിച്ച് പോവും. പിന്നെ നമ്മളൊരു പരന്ന പ്ലേറ്റ് എടുക്കുമ്പോൾ നമുക്കിത് കവർ ചെയ്തെടുക്കാനായിട്ട് സുഖമാണ്. അപ്പോൾ നന്നായി എല്ലാ ഭാഗത്തും കവർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതായി ഇങ്ങനെ കിട്ടും. നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ മേലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന അതേപോലെ നമുക്ക് ഇങ്ങനെ കണ്ടാലാണ് നമുക്ക് ശരിക്കും അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ചിക്കനും നമുക്ക് എത്ര ചിക്കൻ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ അത് മാത്രം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പീസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരെ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതിയാവും. അങ്ങനെ ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മുങ്ങി കിടക്കുന്ന അത്ര ഓയിൽ വേണം, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, എന്നാലാണ് നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് ഫ്രൈ ആയി വരും, ഉള്ളിൽ വേവ് കുറഞ്ഞു പോവും. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പുറമേ നല്ല ഒരു കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു കളറൊക്കെ തന്നെ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കനാണിത്. നമുക്കിത് സോസിൻ്റെ കൂടെയും കോൾസ്ലോയുടെ കൂടെയൊക്കെ കഴിക്കാം. കോൾസ്ലോയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.